രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഇന്നു മുതൽ 14 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി സുമേഷ് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. രാജകുമാരി രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ 10 മുതൽ 14 വരെ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് CN സുരേഷ്, സെക്രട്ടറി VR സുനിൽകുമാർ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ PG രാജേഷ്, കൺവീനർ ദീപു ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം ഈ വരുന്ന 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വളരെ ഭംഗിയായി എല്ലാ ക്ഷേത്ര ആചാര മര്യാദകളും പാലിച്ചുകൊണ്ട് രാജകുമാരിയിൽ നടക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഈ പുണ്യകർമ്മത്തിൽ പങ്കുചേരണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ കലശാഭിഷേകം, താലപ്പൊലി ഘോഷയാത്ര, നെയ്യഭിഷേകം, അപ്പം മൂടൽ, അൻപൊലിപ്പറ, കുങ്കുമാഭിഷേകം, അഷ്ടാഭിഷേകം, വിവിധ കലാപരിപാടികളും ഗാനമേള, തിരുവാതിര, പ്രസാദകൂട്ട് തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ നടത്തും. 1-ാം ദിവസമായ 10-ാം തീയതി രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തൽ, അഭിഷേകം, മലർനിവേദ്യം, നവകലാശം, പഞ്ചാംഗ്യം, നടക്കൽ, പറനിറയ്ക്കൽ, വൈകിട്ട് 5:30 നടതുറക്കൽ, ദീപാരാധന, ഭജന, പ്രസാദകൂട്ട്, അത്താഴ പൂജയോടുകൂടി നട അടയ്ക്കും. 14-ാം തീയതി മകരവിളക്ക് മഹോത്സവം രാവിലെ 5:30 പള്ളി ഉണർത്തൽ, സമൂഹ ഗണപതി ഹോമം, ഉപദേവത കലശം, വിഷ്ണു നെയ്യഭിഷേകം തുടങ്ങി വിവിധങ്ങളായ പൂജാതി കർമ്മങ്ങൾ നടക്കും. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് താലപ്പൊലി ഘോഷയാത്ര കുരുവിളാസിറ്റിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും തെയ്യം, മയിലാട്ടം, കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.